ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ ബി.ജെ.പിയുടെ ഞെട്ടിക്കുന്ന തകർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ 8-നാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്. വോട്ടെണ്ണലിന് മുന്നോടിയായിട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി.ജെ.പിയെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചവച്ചിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ യഥാർത്ഥ ഫലം പുറത്തുവരും. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള റിസൾട്ടായിരുന്നു വോട്ട് എണ്ണിയപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നുള്ളതൊക്കെ ചോദ്യമുയർത്തുന്ന സംഗതികളാണ്. എന്നാൽ അതിനു മുൻപ് നടന്ന പല എക്സിറ്റ് പോളുകളും ശരിയായിട്ടുമുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ തെറ്റായിരിക്കുമെന്ന് ഒരിക്കലും പറയാനും കഴിയില്ല. എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ ബി.ജെ.പിയെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ആജ് തക് സി വോട്ടറിൻ്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ ബി.ജെ.പി മുന്നണിക്ക് ഹരിയാനയിൽ വൻ പരാജയമാണ് കാണുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കോൺഗ്രസ് 50 മുതൽ 58 വരെ സീറ്റുകൾ നേടുകയും ഭൂരിപക്ഷം കടക്കുകയും ചെയ്യുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അതേസമയം ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് പറയുന്നത്. അവിടെ പാർട്ടി 20 മുതൽ 28 വരെ സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് ഫലസൂചനകൾ. ബി.ജെ.പിക്ക് മാത്രമല്ല, ജെ.ജെ.പിക്കും കനത്ത തിരിച്ചടിയാണ് പ്രവചിക്കപ്പെടുന്നത്. അവർക്ക് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റുള്ളവർക്ക് 10 മുതൽ 14 സീറ്റുകൾ വരെ ലഭിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ. വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം 18% വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പാർട്ടിയുടെ മൊത്തം വോട്ട് വിഹിതം 44% ഉയരുകയും ചെയ്യും. അതേസമയം ബി.ജെ.പിക്ക് 37% വോട്ടുകൾ നേടാനാകുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ജെ.ജെ.പിക്ക് 4% വോട്ടുകൾ മാത്രമേ നേടാനാവുകയുള്ളൂ എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്ഥാനാർത്ഥി നിർണയവും കൂറുമാറ്റങ്ങളും ആഭ്യന്തര കലഹങ്ങളുമാണ് ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത്. ഹരിയാനയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പാർട്ടിയിൽ ഭിന്നത വർദ്ധിക്കുകയും നിരവധി മുതിർന്ന നേതാക്കളും അവരുടെ അനുയായികളും ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരുന്നു. പല ബി.ജെ.പി നേതാക്കളും സ്വതന്ത്രരായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ഒരുപക്ഷെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പരാജയപ്പെടുകയാണെങ്കിൽ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന 1-2 വസ്തുതകളുണ്ട്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ, അതായത് ഒക്ടോബർ 3-ന് ഹരിയാനയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ അശോക് തൻവാർ ബി.ജെ.പി വിട്ട് കോൺഗ്രസ് ചേർന്നിരുന്നു. ജിന്ദിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിലെത്തിയാണ് അദ്ദേഹം കോൺഗ്രസുമായി കൈകോർത്തത്. കോൺഗ്രസ് ചേരുന്നതിന് 1 മണിക്കൂർ മുൻപ് തൻവാർ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു എന്നുള്ളതാണ് രസകരം. മാത്രമല്ല, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ താരപ്രചാരകരുടെ പട്ടികയിൽ തൻവാറും ഇടം പിടിച്ചിരുന്നു. ബി.ജെ.പി കിസാൻ മോർച്ച അധ്യക്ഷൻ സുഖീന്ദർ മാണ്ഡി സെപ്റ്റംബർ 14-ന് കോൺഗ്രസ് പാർട്ടി ചേർന്നിരുന്നു. ബെധാര നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ എം.എൽ.എ ആണ് അദ്ദേഹം. ബദ്രയിൽ നിന്ന് മാണ്ഡിക്ക് ടിക്കറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബി.ജെ.പി അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മാണ്ഡി ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. അതേസമയം തന്നെ, അതായത് സെപ്റ്റംബർ 14-ന് മുൻ കർണാൽ എം.എൽ.എ ജയപ്രകാശ് ഗുപ്തയും ബി.ജെ.പി വിട്ട് കോൺഗ്രസ് ചേർന്നു. ഈ 2 ബി.ജെ.പി നേതാക്കളും 100 കണക്കിന് അനുയായികൾക്കൊപ്പം എത്തിയാണ് കോൺഗ്രസിൽ ചേർന്നതെന്നുള്ളത് മറ്റൊരു വസ്തുത. ഈ സുഖീന്ദർ മാണ്ഡിയും ജയപ്രകാശ് ഗുപ്തയും കോൺഗ്രസ് ചേരുന്നതിന് 1 ദിവസം മുൻപ്, അതായത് സെപ്റ്റംബർ 13-ന് ബി.ജെ.പി ഒ.ബി.സി മോർച്ച സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ കരൺദേവ് കാംബോജ് കോൺഗ്രസിലെത്തിയിരുന്നു. ഇക്കാലയളവിൽ 200ഓളം ബി.ജെ.പി ഭാരവാഹികളും നിലവിലെ സർപഞ്ചുമാർ, മുൻ സർപഞ്ചുമാർ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും കോൺഗ്രസിൽ ചേർന്നിരുന്നു. കോൺഗ്രസിലേക്കുള്ള കുത്തൊഴുക്ക് ബാധിച്ചത് ബി.ജെ.പിയെ മാത്രമല്ല, ഡസൻ കണക്കിന് ആം ആദ്മി പാർട്ടി നേതാക്കളും കോൺഗ്രസിൽ ചേർന്നിരുന്നു. സെപ്റ്റംബർ 29-ന് ബി.ജെ.പി തങ്ങളുടെ 8 വിമത നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. മുൻ മന്ത്രി രഞ്ജിത്ത് ചൗട്ടാല, മുൻ എം.എൽ.എ ദേവേന്ദ്ര കദ്യാൻ എന്നിവരും ഈ പുറത്താക്കിയ നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട്. പാർട്ടിക്കെതിരെ മത്സരിച്ചതും പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചതും പിന്നെ അച്ചടക്കമില്ലായ്മയുമൊക്കെയാണ് ഈ നേതാക്കൾക്കെതിരെ ബി.ജെ.പി നടപടിയെടുക്കുവാൻ കാരണമായത്. അതേസമയം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്കിടയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേന്ദ്ര ഹൂഡ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ മുന്നണി വിജയിച്ചാൽ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെടുന്ന ആളാണ് ഭൂപേന്ദ്ര ഹൂഡ. എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. ഈ മുഖ്യമന്ത്രി സ്ഥാനം എല്ലാവരുടെയും അവകാശമാണെന്നാണ് ഭൂപേന്ദ്ര ഹൂഡ പറയുന്നത്.
ഇതാണ് ജനാധിപത്യം. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളത് അനുസരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം കുമാരി ശൈലജ തങ്ങളുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽ കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ടെന്ന് പറഞ്ഞിരുന്നു. കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 2005 മുതൽ 2014 വരെയുള്ള നമ്മുടെ നേട്ടങ്ങളും 2014 മുതൽ 2024 വരെയുള്ള BJP സർക്കാരിൻ്റെ പരാജയങ്ങളുമാണ് കോൺഗ്രസ് വിജയത്തിലെ പ്രധാന ഘടകങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്കാണ് കോൺഗ്രസ് മുൻതൂക്കം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഒറ്റ ദിവസമായി, അതായത് ഒക്ടോബർ 5-നാണ് വോട്ടെടുപ്പ് നടന്നത്. വൈകിട്ട് 5 മണിവരെ സംസ്ഥാനത്ത് 61% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി, മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹുഡ, കോൺഗ്രസിൻ്റെ വിനേഷ് ഫോഗട്ട്, JJPയുടെ ദുഷ്യന്ത് ചൗട്ടാല എന്നിവരുൾപ്പെടെ 1031 സ്ഥാനാർത്ഥികളുടെ വിധിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരാൻ പോകുന്നത്. ഇതിൽ 464 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. സംസ്ഥാനത്ത് ഭരണകക്ഷിയായ BJP ഹാർട്രിക് വിജയം നേടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഒരു ദശാബ്ദത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലുമാണ്. പ്രധാനമായും BJP, കോൺഗ്രസ്, ആം ആദ്മി, INLD, BSP, JJP, ആസാദ് സമാജ് പാർട്ടി എന്നിവയാണ് മത്സരരംഗത്തുള്ളത്. എന്തായാലും എക്സിറ്റ് പോൾ വിധി വന്നുവെങ്കിലും യഥാർത്ഥ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ച, അതായത് ഒക്ടോബർ 8-നാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത്.